പരിസ്ഥിതി ദിനമായ ഇന്ന് കൊല്ലത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കോളേജ് ക്യാമ്പസിനുള്ളിൽ വിദ്യാവനം എന്ന പേരിൽ കുട്ടിവനം ഒരുക്കി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ അധ്യാപിക ഡോക്ടർ PJ സെർലിനും കുട്ടികളും. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച പരിസ്ഥിതി ഗവേഷക പുരസ്കാരവും പക്ഷി നിരീക്ഷക കൂടിയായ ഡോക്ടർ PJ സെർലിന് ലഭിച്ചു. റിപ്പോർട്ടിലേക്ക്. നഗരമധ്യത്തിലെ വിശാലമായ കോളേജ് ക്യാമ്പസ് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പഠന മികവിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിലും ഒരു ചുവട് മുന്നിലാണ്. സംസ്ഥാന വനം വകുപ്പിന്റെ സഹകരണത്തോടെ ക്യാമ്പസിനുള്ളിൽ നടപ്പാക്കിയ വിദ്യാവനം പദ്ധതി സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ PJ സെർലിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. 2021 പദ്ധതിക്ക് തുടക്കമായത്. റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി മരങ്ങൾ വെട്ടി നശിപ്പിച്ചപ്പോഴത്തേക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അവർ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നഗരമധ്യത്തിലും ഒരു കുട്ടിവനം എന്നുള്ള ആശയം മുൻനിർത്തിയാണ് ഇത് ചെയ്തത്. ഇത് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കോളേജിൽ ആദ്യമായിട്ട് ചെയ്യുന്ന വിദ്യാവനമാണിത്. പിന്നെ ഞങ്ങൾ കണ്ടൽ റെസ്റ്റോറേഷൻ, മാൻഗ്രൂവ് റെസ്റ്റോറേഷൻ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് മാത്രമുള്ള ഒരു മഞ്ഞക്കണ്ടൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അത് വിപുലീകരിക്കുന്നതിനായിട്ട് DOCC തന്നെ എനിക്ക് ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ചവറ, കൊല്ലം തീരങ്ങളിൽ കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 450 പരം അപൂർവ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും കാട്ടുമരങ്ങളും ചേർന്ന കുട്ടിവനം. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം അപൂർവ പക്ഷികളെയും ശലഭങ്ങളെയും സമുദ്രജീവികളെയും കണ്ടെത്തുന്ന പ്രവർത്തനവും സെർലിൻ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. നാക്കിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ അത് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് കിട്ടിയത് ഈ മരങ്ങളും ഇതൊക്കെയാണ്. അതിന് ബെസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലിവിടെ നമ്മൾ മുൻപന്തിയിലാണ് മരങ്ങളെ വെച്ച് പിടിപ്പിക്കുക, തണൽ കിട്ടുക എന്നുള്ളത്. അപൂർവ കണ്ടൽച്ചെടികൾ നട്ടുവളർത്തി തീരസംരക്ഷണ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഒടുവിൽ അർഹതയ്ക്ക് അംഗീകാരമായി സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ മികച്ച പരിസ്ഥിതി ഗവേഷക പുരസ്കാരവും തേടിയെത്തി. പുതിയ തലമുറയും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമായി ക്യാമ്പസിലുണ്ട്. JBBC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പം ആനുവലി നമ്മൾ ക്യാമ്പസ് ബേർഡ് കൗണ്ട് നടത്തി എത്ര പക്ഷികളുണ്ടെന്ന് ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പം ഇത്തവണയും ഒരു 35ഓളം ഇനം പക്ഷികളെ ഞങ്ങൾക്ക് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് കിട്ടി. അതിൽ നിന്ന് ഈ വനത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മുടെ റഷ്യൻ കാടുകളിൽ നിന്ന് വരുന്ന ടൈഗ പാറ്റാബിഡിയൻ എന്ന് പറഞ്ഞൊരു റെയർ പക്ഷിയെ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. അതിപ്പോൾ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ സന്ദർശിക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് കോളേജ് അധികൃതർ. ഗ്രീൻ ക്യാമ്പസ് എന്ന നിലയിൽ നമ്മൾ വളരെയേറെ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ഈ മരങ്ങൾ നടുന്നതിനപ്പുറം അത് കൂടുതലായി പരിപാലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിത ഭംഗി കൂടുതൽ നിലനിർത്താനായിട്ട് നമ്മുടെ കോളേജ് അധികൃതർ വളരെ പ്രതിജ്ഞാബദ്ധരാണ്. വിദ്യാധനം എന്ന് പറയുന്നത് പോലെ തന്നെ വിദ്യാവനവും ക്യാമ്പസുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ സെർലിൻ PJയുടെ നേതൃത്വത്തിൽ ഈ നഗരമധ്യത്തിലെ ക്യാമ്പസിൽ ഒരു പച്ചപ്പ് തന്നെ തീർത്തിരിക്കുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം B. ശ്രീകുമാർ.